കോപ്പിലെ പൂഞ്ഞാനിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്ന് ചൊരിയേടെ ഭൂമിതൻ കാരണമായുള്ള തമ്പുരാനെ അച്ഛനും അമ്മയും എന്തു പറഞ്ഞാൽ അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ മുൻമയിൽ സ്നേഹിച്ചങ്ങാദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ ത്യജിച്ചോരെ. അടുത്തതായി സ്വാഗതം പറയുന്നതിനായി സുനിൽ ചേട്ടനെ ക്ഷണിച്ചു കൊടുക്കാം. നമസ്കാരം. സേവാഭാരതി അടൂർ ജൻശിക്ഷൻ സ്ഥാനവുമായി സംയോജിച്ച് നടപ്പിലാക്കുന്ന സൗജന്യ നൈപുണ്യ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അഭിമാനമുള്ള നിമിഷം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുന്ന സംശയമുണ്ട്. നമ്മളിപ്പോ സേവാഭാരതി 2021 ഇവിടെ രൂപം കൊണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങള് നമ്മുടെ ഈ ഭാഗത്ത് അടൂർ പഞ്ചായത്തിനകത്ത് നമ്മൾ എല്ലാ മേഖലകളും, അതായത് ശരിക്ക് ഈ 18 വാർഡിൽ 2 വാർഡ് ഒഴികെ 2 വാർഡിൽ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും എല്ലാ സേവന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമ്മള് ഈ അടുത്ത് തന്നെ നമുക്കിവിടെ കുടിവെള്ളം ഇല്ലാതെ വന്നായിരുന്നു. നമ്മള് രാത്രി 4 ദിവസമായി കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ള വിവരം പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ 10,000 ലിറ്റർ വെള്ളം അവർക്ക് അവിടെ എത്തിക്കാൻ പറ്റി. രാത്രി 10:30 മണിക്കാണ് ഞങ്ങൾ അത് അവിടെ വിതരണം ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനം ചെയ്തു വരുന്നത് നമ്മുടെ വിശദമായ വിവരങ്ങളെല്ലാം നമ്മുടെ സെക്രട്ടറി പറയും. ഇന്നിപ്പോ ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വന്ന ശ്രീ വിഷ്ണു ഭക്തൻ, അതുപോലെ ജനറൽ സെക്രട്ടറി, നമ്മുടെ സംഘടന സേവാഭാരതിയുടെ ജനറൽ സെക്രട്ടറി, പിന്നെ അജിത് കുമാർ സർ, സേവാ സന്ദേശം വായിക്കുന്നതിന് വേണ്ടി പറയുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് സേവാഭാരതി ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ തിരക്കിനിടയിലും നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്നെത്താൻ കഴിഞ്ഞ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാണ് എനിക്ക് ഇവിടെ എത്തിയത്. അതുപോലെ തന്നെ നമ്മള് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ വിഷ്ണുവാസൻ ചേട്ടനെ വന്ന് ചെന്ന് ഞങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ വന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങള് ഈ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. തീർച്ചയായിട്ടും ഞാൻ എത്തുന്നു. നമുക്ക് അതിനു മുമ്പ് ശ്രീ കൃത്യദാസ് ആയാലും ശരി, അതേപോലെ തന്നെ ശ്രീ ബിജു ആയാലും ശരി, നമ്മൾ ചെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അവര് ഏറ്റെടുക്കുകയും നമുക്ക് വേണ്ടുന്ന സഹായങ്ങളും നമുക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനൊരു പ്രചോദനം അവർ നമുക്ക് തരുന്നുണ്ട്. എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ഈ സേവാഭാരതിക്ക് അവർ ചെയ്യുന്ന പുണ്യപ്രവർത്തനം നമ്മളോടൊപ്പം അവരെ കൈകോർക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷമാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോഴും JSSമായി ചേർന്നുകൊണ്ട് നമുക്കിങ്ങനെ ഈ ഒരു സംരംഭം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സെക്രട്ടറി ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയും, സെക്രട്ടറി തയ്യൽ അറിയാമെങ്കിൽ പോലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സെക്രട്ടറി ട്രിവാൻഡ്രത്ത് പറഞ്ഞു വിടുകയും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനും കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് JSSമായി ചേർന്നുകൊണ്ട് ഈ ആ ഒരു സംരംഭം നമുക്കിവിടെ ചെയ്യാനുള്ള ഒരു അവസരവും നമുക്ക് കിട്ടി. അതിൽ ഞാൻ എല്ലാവരോടും, നമ്മുടെ സംഘടനയോട് പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാവർക്കും വീണ്ടും മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു പ്രചോദനം എല്ലാവരും ആവട്ടെ. എല്ലാവരും കഴിയുന്നത് കൃത്യമായിട്ട് എല്ലാവരും പ്രവർത്തിക്കും. ഈ ചെയ്യുന്ന പോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഞാൻ
പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്തേ. ഞാൻ സേവാഭാരതിയുടെ സെക്രട്ടറിയാണ്. പേര് ബിന്ദു. നമ്മുടെ 2021 ഇവിടെ കോവിഡ് കാലത്ത് നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അന്ന് ഒരുപാട് പേർക്ക് താങ്ങും തണലുമായിട്ടാണ് നമ്മുടെ സേവാഭാരതി നമ്മുടെ അഴൂർ പഞ്ചായത്തില് പ്രവർത്തനം ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെയും ജനങ്ങൾക്കിടയിൽ എന്ത് ആവശ്യത്തിനായിരുന്നാലും എപ്പോഴും സേവാഭാരതി കൂടെയുണ്ട്. നമ്മൾ 2-3 വർഷമായിട്ട് 3 കൊല്ലം തികച്ചാവുന്നു. നമ്മുടെ ബസ്തി ഗ്രാമങ്ങൾ ഓരോ സേവാഭാരതിയും, ഓരോ യൂണിറ്റിലെ സേവാഭാരതിയും ബസ്തി ഗ്രാമങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ യൂണിറ്റ് തിരഞ്ഞെടുത്ത ബസ്തി ഗ്രാമമാണ് കുഴിയൻ ഗ്രാമം. അവിടെ തുടങ്ങിയ പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെന്ന ഒരു വർഷത്തോളം നമ്മളവിടെ നിരന്തരമായ സമ്പർക്കം നടത്തി. അതിലൂടെ അവിടെ വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി നമുക്ക് അവിടെ ഒരു ട്യൂഷൻ സെന്റർ നമുക്ക് ഇവിടെ തുടങ്ങാൻ സാധിച്ചു. ജനുവരി 10-ാം തീയതി ഇവിടെ അതിൽ നമ്മൾ ആദ്യം 3 കുട്ടികളായിരുന്നു നമുക്ക് അഡ്മിഷൻ തുടങ്ങിയത്. ഇന്നിപ്പോ 38ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ സൗജന്യമായി ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത്. അതിന് നമ്മുടെ ഇപ്പൊ 4 അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. രഞ്ജിത്ത് ഏട്ടൻ, പ്രമോദ് ഏട്ടൻ, നമ്മുടെ രശ്മി, പിന്നെ ഒന്ന് ഞാൻ. 4 അധ്യാപകർ ഇവിടെ യാതൊരുവിധ ലാഭേച്ഛയും കൂടാതെയാണ് അവരിവിടെ പ്രവർത്തിക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ കുട്ടികളും അന്ന് ഇവിടെ തുടങ്ങിയ സമയത്ത് വന്ന അതിനെക്കാട്ടി ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് അക്ഷരം പോലും അറിഞ്ഞൂടാതെ ഇവിടെ വന്ന കുട്ടികള് ഇന്ന് പഠിത്തത്തിനോട് വളരെ അധികം അവരൊരു ഇഷ്ടം കാണിച്ചു തുടങ്ങി. നമ്മളോടൊപ്പം എന്തിനും ഏതിനും നമ്മളോടൊപ്പം അവർ നിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇവിടെ വരുന്നതിനും ഇഷ്ടമാണ്. എന്നും വിളിച്ച് ചോദിക്കും ട്യൂഷൻ എത്ര മണിക്ക് ചോദിക്കുന്നത്. അതായത് അവർക്ക് ആ വിദ്യാഭ്യാസത്തിനോടുള്ള ഒരു ആഗ്രഹം അവര് ഇപ്പം അവരിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളിലുള്ള മാറ്റം നമുക്ക് അവിടുത്തെ രക്ഷിതാക്കളിലും കാണാൻ സാധിച്ചു. അതായത് രക്ഷിതാക്കള് ഇപ്പം പഠനം വഴിമുട്ടി നിന്ന, അതായത് 10ാം ക്ലാസ് വരെ തിരിച്ച് പോവാത്ത രക്ഷിതാക്കളുണ്ടായിരുന്നു. അവരെയൊക്കെ പോയി നമ്മൾ കണ്ടു. അവർക്ക് നമ്മള് സാക്ഷരതാ മിഷനിലൂടെ അവർക്ക് ഒരു തുല്യതാ പഠനം അതിലേക്ക് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു. 8ഓളം രക്ഷിതാക്കളാണ് ഇന്ന് ആ തുല്യതാ പഠനത്തിന് രജിസ്ട്രേഷൻ കഴിഞ്ഞത്. ഇപ്പൊ അടുത്ത വർഷം നമ്മൾ അവരും 10ാം ക്ലാസ് ഒക്കെ പാസ്സാവും. 10ാം ക്ലാസ് +2 ഒക്കെ അവരും പാസ്സാവും. അതിനോടൊപ്പം അക്ഷരം പോലും അറിയാതെ എനിക്ക് പഠിക്കണം, എനിക്ക് ബാങ്കിൽ പോയെന്ന് ഒപ്പിടാനെങ്കിലും എനിക്ക് പറ്റണം, അതിനുവേണ്ടി മക്കളെ എനിക്ക് 2 അക്ഷരം പഠിപ്പിച്ചതായെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള 1-2 അമ്മമാരാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അങ്ങനെ നമ്മള് സേവാഭാരതിയുടെ ഇതില് വയോജന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. അപ്പൊ ആ വയോജന വിദ്യാഭ്യാസത്തിലൂടെ ആ അമ്മമാരിപ്പം സ്വന്തമായി പേരെഴുതാൻ പഠിച്ചു. നമ്മള് അതും ബസ്തി ഗ്രാമത്തിലാണ്. ഒരിക്കലും ഒന്നും നടക്കില്ല എന്ന് കരുതിയ ഒരു പ്രദേശത്താണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ ഒന്ന് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നോക്കാൻ പറ്റാതെ അവിടെയുള്ള അമ്മമാര് രാവിലെ 6 മണിക്കും 5:30 മണിക്കൊക്കെ ദൂര സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നുണ്ട്. നമ്മൾ ഫ്ലാറ്റും മറ്റു കാര്യങ്ങളുമായിട്ട് അവര് വീട്ടു ജോലിയൊക്കെ ആയിട്ട് അവര് ദൂര സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരുടെ കുട്ടികളെയും കൂടി അവർക്ക് നോക്കണം. അതിനു വേണ്ടിയിട്ട് അവർക്ക് നമ്മള് അടുത്തതായി തുടങ്ങാൻ പോകുന്നതാണ് ഒരു പരിശീലന ക്ലാസ്. ഒരു തയ്യലിന്റെ പരിശീലന ക്ലാസ് കൊടുക്കുന്നതോടുകൂടി അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിക്കും. നമ്മള് ഈ പരിശീലന ക്ലാസ് കൊടുത്ത് അവർ നിർത്തുന്നില്ല. അതിനോടൊപ്പം അവർക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടി നമ്മൾ അവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവരുടെ സ്വയം തൊഴില് കണ്ടെത്തി അവരുടെ കുട്ടികളെ നോക്കി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ സേവാഭാരതിയുടെ ഇതില് പാലിയേറ്റീവ് കെയർ തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ടാസ്ക് പോലെ നമ്മൾ ഏറ്റെടുത്ത ഒരു അച്ഛനുണ്ടായിരുന്നു, സുരേന്ദ്രമാവൻ. പറവോണത്താണ് താമസിക്കുന്നത്. സുരേന്ദ്രമാവന് 2-3 മാസമായിട്ട് നമ്മുടെ ഒരു പരിചരണത്തിലായിരുന്നു. കാല് മുഴുക്കി അങ്ങ് പഴുത്ത് പുഴുവരിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു ആ സുരേന്ദ്രമാവൻ നമ്മൾ കണ്ടത്. ഇന്നലെ ചെന്ന് കെട്ടഴിച്ച് ഇനി മരുന്നൊന്നും വെക്കണ്ട, കാല് കെട്ടണ്ട, കാരണം അത് ഫുള്ള് ഉണങ്ങി നല്ല ഒരു സത്യം കണ്ടപ്പോ സന്തോഷമായി നമുക്ക്. കാരണം നമ്മുടെ പാലിയേറ്റീവ് കെയറിന്റെ യൂണിറ്റില് തുടങ്ങിയ 2 വ്യക്തികളാണ് അത്രയും അവശ നിലയിൽ നിന്ന് അവരുടെ പുതുജീവിതത്തിലേക്ക് വന്നത്. എല്ലാരും കൈയൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു 2 പേര്. നമ്മുടെ അനിലേട്ടൻ, ദാദാകുമാർ എന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ അഴൂർ പഞ്ചായത്തിലുള്ളവർക്ക് അറിയാവൂ. ആ ചേട്ടനും ഇപ്പൊ നല്ല സുഖം പ്രാപിച്ചു. നമ്മളിപ്പോ 3-4 ദിവസത്തിന് മുന്നേ ആ ചേട്ടനെയും പോയി കണ്ടായിരുന്നു. ആ ചേട്ടൻ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതുപോലെ നമ്മൾ ഒരുപാട് പാലിയേറ്റീവ് കെയറിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ആരും നോക്കാനില്ലാത്ത 2 അമ്മമാർക്ക് നമ്മള് ഒരു 6 മാസമായി തുടർച്ചയായിട്ട് അവർക്ക് 2 നേരത്തെ ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ എവിടെയാണെങ്കിലും ആര് പറഞ്ഞാലും നമ്മൾ അവരുടെയൊക്കെ അടുത്ത് നമ്മൾ ആ സ്പോട്ടിൽ എത്തുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്.
അതുപോലെ നമ്മുടെ അഴൂർ പഞ്ചായത്തിനകത്ത് എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഴൂർ പഞ്ചായത്തിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അടുത്തതായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിലേക്ക് ശ്രീ വിഷ്ണു ഭക്തൻ ന്യൂ രാജസ്ഥാൻ ജ്വല്ലറിയുടെ പ്രൊപ്പറേറ്റർ കൂടിയായ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊള്ളുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള എൻ്റെ നാട്ടുകാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചത്. ഇതില് എനിക്ക് ഇതിനെപ്പറ്റി പറയുമ്പം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു 10 വർഷം കൊണ്ട് മാതാ അമൃതാനന്ദ മഠത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ചെറിയ 1 ഏക്കർ സ്ഥലത്തോളം അമ്മ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. 6000-ഓളം കുടുംബങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അവർക്ക് സാമ്പത്തികമായിട്ട് അമ്മ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഓണം വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഒത്തിരി സഹായം ചെയ്യുന്ന ഒരു സംഘടനയാണ്. അത് അമ്മയുടെ ഒരു വലിയ മനസ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അമ്മ ഇവരെയൊന്നും ഈ 6000 പേരെ കണ്ടിട്ടുമില്ല. ഇന്ന് വരെയും അമ്മ അതുമായിട്ട് ഈ ചെറിയ വന്നിട്ടുമില്ല എന്നുള്ളതാണ്. എന്നാലും 4.5 കോടി രൂപയോളമാണ് അമ്മ തന്നത് നമുക്ക് ഈ 6000 കുടുംബത്തിന് കൊടുക്കുന്നതിന് വേണ്ടി. പിന്നെ വിദ്യാഭ്യാസത്തിനും അത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചിറയൻകീഴിനെ സംബന്ധിച്ച് 10-18 വർഷത്തോളമായി SNDP യൂണിയന്റെ പ്രസിഡന്റായിട്ട് കൂടി ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് ഈ നാട്ടിലെ ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം അറിയാം. 10-35 വർഷമായി ഞാൻ ഈ മാർബിൾ ബിസിനസ് തുടങ്ങിയിട്ട്. അപ്പൊ അന്ന് മുതല് ഞങ്ങള് വർഷം തോറും എല്ലാവരെയും വിളിച്ച് ബോണസ് കൊടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഉത്തരാടത്തിന്റെ തലയ്ക്ക് ദിവസം എനിക്കൊരു 1000-കണക്കിന് പേരാണ് വന്ന് വാങ്ങുന്നത്. അതുപോലെ തന്നെ ചിറങ്ങി താലൂക്ക് ഹോസ്പിറ്റലിൽ മാസം തോറും ഞാൻ 1 ലക്ഷം രൂപ ക്യാൻസർ രോഗികൾക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അതും ഏകദേശം 10 വർഷത്തോളം. ഇതൊക്കെ പറയാനുള്ള ഒരു സാഹചര്യം ഞാൻ സ്കൂൾ അടച്ചിരുന്നപ്പോ ഞാൻ ഈ 6000 കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളെ എല്ലാം കൂടെ ഒന്ന് ക്ലാസ് എടുക്കാം, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നൊന്ന് പഠിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു 150 കുട്ടികളോളം 10 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ വിളിച്ചു കൂട്ടി. വെറുതെ എന്താണ് അവരുടെ മനസ്സിലിരിപ്പ്, ഭാവിയിൽ അവരാരാകും, എങ്ങനെയൊക്കെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ ഉള്ള അതെല്ലാം നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെ 2 മണിക്കൂറത്തെ ക്ലാസ്. അപ്പൊ ഓരോരുത്തർക്കും ഒരു ബുക്ക് വാങ്ങിക്കൊടുത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ബുക്കിനകത്ത് എഴുതാൻ പറഞ്ഞു. എഴുതി അവർ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബുക്കെടുത്ത് നമ്മൾ പഠിച്ചപ്പോൾ അത് 75% കുട്ടികൾക്ക് നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. നമ്മുടെ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിനാണ് അവർക്ക് മുന്നോട്ട് പോവാൻ വിദ്യാഭ്യാസം വേണം
കൂടുതൽ കുട്ടികളും എഴുതിയിരിക്കുന്ന ഡോക്ടർ ആവണമെന്നാണ്. അപ്പൊ ഡോക്ടറായി കഴിഞ്ഞിട്ട് അടുത്തത് എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് നാട്ടുകാരെ സേവിക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവർ എഴുതിയിരിക്കുന്നത്. പക്ഷെ 75 കുട്ടികളും വരുന്ന വീടുകൾ, അവര് വരുന്ന കുടുംബം വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എനിക്ക് മനസ്സിലറിയാം, ഈ ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് മാത്രമേ ആവൂ. നമ്മുടെ നാട്ടിന്റെ സാഹചര്യമാണ്, കേരളത്തിന്റെ സാഹചര്യമാണ്. ഈ 75 കുട്ടികളില് എത്ര നല്ല വിദ്യാഭ്യാസത്തിൽ കൂടെ ഉയർന്നു വന്നാലും ഡോക്ടറാവാൻ പറ്റുമെന്ന് സംശയമാണ്. എന്ന് വെച്ചാൽ ആ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അച്ഛനൊരു 10,000 രൂപ വരുമാനം, അമ്മ വീട്ടിൽ ജോലിക്ക് പോകുന്നു, ഒരു 3,000 രൂപ വരുമാനം, വിദ്യാഭ്യാസത്തിൽ താഴോട്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു ടെസ്റ്റ് പോലും വാങ്ങിച്ചു കൊടുക്കാനുള്ള, ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കാനേ ശേഷി പോലും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ കുട്ടികൾ വന്നിരിക്കുന്നതും ഈ കുട്ടികളുടെ ആഗ്രഹവും ഡോക്ടറാകണമെന്നുള്ള ആഗ്രഹം. അപ്പൊ നല്ലപോലെ പഠിക്കും അവര്. അതിനകത്ത് എഴുതിയിരിക്കുന്നു A+ ആണ് എല്ലാവർക്കും, മിക്ക കുട്ടികൾക്കും A+ വാങ്ങിച്ച് തരണം. പക്ഷെ അവരുടെ ആഗ്രഹം ഈ കേരളത്തിൽ നടക്കില്ല. അതാണ്. അതേ സമയത്ത് വിദ്യാഭ്യാസത്തിൽ പിന്നിൽ നിൽക്കുന്നവര് സമ്പത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഡോക്ടറാവും. അതിനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ഇവിടെ എല്ലാവരും ഉണ്ട്. ഈ പഠിക്കാത്ത കുട്ടിയെ ഡോക്ടറാക്കാനായിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പഠിക്കുന്നവർക്കും സമ്പത്തില്ലാത്തവർക്കും ഇത്തരം വലിയ പോസ്റ്റും വലിയ പ്രൊഫഷനും ഒന്നും ആഗ്രഹിക്കരുത് എന്നാണ് മറ്റുള്ളവരുടെ നിർദ്ദേശവും. നിങ്ങളെന്തിനാ അതൊക്കെ ആഗ്രഹിക്കുന്ന? ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ലക്ഷ്മി, നിന്റെ മോക്ക് പഞ്ചായത്തിൽ വന്നാൽ ഞാൻ തയ്യൽ കൃഷി തരൂലേ, അല്ലെങ്കിൽ തൊഴിലുറപ്പ് തരൂലേ? ആ കുട്ടി എന്തിനാ ഇങ്ങനെ ഷർട്ട് പിടിക്കുന്നത്? നമുക്ക് ഈ നാട്ടില് നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ടെന്നുള്ളതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇതെല്ലാം പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്ന തയ്യൽ മെഷീനും തയ്യൽ പറ്റി ചെരുപ്പ് കൂട്ടാനും അതിനും ഇതിനും ഒക്കെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത്. അതേ പറ്റൂ. അത്രയല്ല, അതിന്റെ മുകളിലോട്ട് ഒന്നും തന്നെ നമ്മുടെ നാട്ടില് നടക്കില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടു മനസ്സിലാക്കിയ ഇത്രയും കാലത്തിനിടയിൽ. ഈ 65 വർഷം കൊണ്ട് കണ്ടില്ലെങ്കിൽ പോലും 35 വർഷം കൊണ്ട് കണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ പ്രിയപ്പെട്ട നിങ്ങളെ ഈ നാട്ടിലുള്ള സ്നേഹമുള്ള കുറച്ച് പേര് കൂടി ചേർന്ന് നിങ്ങളെ തയ്യൽ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അതാണ് അത്തരം തൊഴിലുകളെ നമുക്ക് സാധ്യമാവും. അടിവരയിട്ട് പറയുകയാണ്. അതിനപ്പുറം നിങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കരുത്. അത് മാത്രമേ നമുക്ക് സാധ്യമാവൂ. അപ്പൊ അതിൽ കൂടെ ഉയർന്ന് നിങ്ങൾ മുന്നോട്ട് വരാനായിട്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായവും കൂടെ ഞാൻ ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പൊ എന്താ സഹായമൊക്കെ നമുക്ക് ചോദിക്കും. അപ്പൊ വലിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും 120 ദിവസം കൊണ്ടാണ് ഇത് പഠിപ്പിച്ച് നിങ്ങൾ പൂർത്തിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ 3 ക്ലാസ്സാണ് 20 പേർക്ക് എന്നാണ് അവർ സംഘാടകർ പറയുന്നത്. തീർച്ചയായിട്ടും ആ വരുന്ന ദിവസങ്ങളിലെല്ലാം ചായയും കടിയും എന്റെ അണക്ക് ഫ്രീ ആയിട്ട് വരുന്നവരെല്ലാം ഈ 120 ദിവസം. അപ്പൊ അതിനുള്ള ക്യാഷ് ഞാൻ ജ്വല്ലറിയിൽ പറഞ്ഞേക്കാം. ഇപ്പൊ ഒരു ദിവസം 20 പേർക്കുള്ള ചായയും ഒരു കടി, എന്താണ് ഏത് കടി വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കഴിക്കാം. അതിന്റെ ഫണ്ട് 120 ദിവസത്തേക്ക് ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ ഏൽപ്പിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒന്നിച്ച് പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ JSSന്റെ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ. എന്റെ പേര് സിന്ധു. JSSനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരംഭിച്ചത്. മുൻപ് ഇതിന്റെ പേര്
ശ്രമിക് വിദ്യാപീഠം എന്നായിരുന്നു. സേവാഭാരതിയുടെ ഒരു കോഴ്സ് നമുക്ക് പഴമങ്ങാടിയിലുണ്ട്, കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു. അത് ചേർത്താണ് ഇപ്പോൾ ഒരു കോഴ്സും കൂടെ തന്നത്. 20 കുട്ടികളാണ് ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കേണ്ടത്. 20 വന്നിട്ടുണ്ടോ എല്ലാവരും? ഇല്ലല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സിദ്ധ ആപ്പിലാണ് നമുക്കത് ചെയ്യേണ്ടത്. സിദ്ധ ആപ്പിനെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്, എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് കുട്ടികളെ. പിന്നെ വേറൊന്നും തന്നെ പറയാനില്ല. അടുത്തതായി നമുക്ക് സേവാ സന്ദേശം നൽകുന്നതിലേക്കായി ജില്ലാ ജനറൽ സെക്രട്ടറി സൈദ് ചേട്ടനെ ക്ഷണിക്കുന്നു. ഈ കാര്യപരിപാടി അധ്യക്ഷത പദം വഹിക്കുന്ന ബഹുമാനായ ഈ യൂണിറ്റിന്റെ അധ്യക്ഷൻ സുദർശനൻ അവറുകൾ, ഈ യോഗം ഇവിടെ സമുദ്ഘാടനം ചെയ്ത ബഹുമാനായ ശ്രീ വിഷ്ണുഭക്തൻ സാർ അവറുകൾ, ഈ വേദിയിൽ നമ്മോടൊപ്പം പ്രോജക്റ്റിനെ കുറിച്ച് വിശദീകരിച്ച ബഹുമാനിയായിട്ടുള്ള ശ്രീമതി സിന്ധു അവറുകൾ, ഇവിടെ സാന്നിധ്യമുണ്ട് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ശ്രീ കീർത്തി ദാസ് അവറുകൾ, ബിജു സി അവറുകൾ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ബഹുമാനായിട്ടുള്ള സുനിൽ, സെക്രട്ടറി ശ്രീമതി ബിന്ദു, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സജ്ജനങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, കുട്ടികളെ, ഏവർക്കും നമസ്കാരം. ഇന്നിവിടെ സേവാഭാരതിയുടെ ജൻഷിഷൻ സസ്ത എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി സൗജന്യ തയ്യൽ പരിശീലനം ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴിലുള്ള കേന്ദ്ര സർക്കാർ പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാർക്ക് ഉന്നത ജീവിത നിലവാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇവിടെ സേവാബസ്തി എന്ന നിലയിൽ സെക്രട്ടറി ബിന്ദു സൂചിപ്പിക്കുകയുണ്ടായി, രാഷ്ട്രീയ സ്വയം സേവക സംഘം സേവാബസ്തി എന്ന് കണക്കാക്കുന്നത് സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗം താമസിക്കുന്ന പ്രദേശത്തെയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം സേവാബസ്തി എന്ന പദം, സേവാസ്ഥാൻ എന്നുള്ള പദം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാലം മുതലേ ഉണ്ട്. ആ കാലഘട്ടം മുതലേ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പ്രദേശങ്ങളെ കോളനികൾ എന്ന രീതിയിൽ പ്രതിപാദിച്ചു വന്നിരുന്നു. ഈ അടുത്ത കാലത്താണ് അവർക്ക് തോന്നിയത് നമ്മൾ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ കോളനിവൽക്കരിച്ച്, കോളനി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരണം നടത്തുന്ന പ്രദേശത്തെ, അടിമത്വത്തോടുകൂടി കണ്ടിരുന്ന പ്രദേശത്തെയാണ് കോളനി എന്ന് പറയുന്നത്. അവരാ നൽകിയ ഒരു പദമാണ്. ഒരു കൂട്ടം ജനവിഭാഗങ്ങൾ, ഞങ്ങൾക്ക് വിധേയമായി താമസിക്കുന്ന ജനവിഭാഗങ്ങൾ, അവർ താമസിക്കുന്ന പ്രദേശത്തെ കോളനി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ആ വിശേഷണം പിന്നീട് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ സ്വാതന്ത്ര്യം കിട്ടി വന്ന ജനവിഭാഗങ്ങൾ ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ താമസിപ്പിച്ചിട്ട് അതിനെയും കോളനി എന്ന് വിശേഷിപ്പിച്ചു. അത് അവർക്ക് സർക്കാരിന് ഈ കഴിഞ്ഞ കാലങ്ങളിലാണ്, അടുത്ത ദിവസങ്ങളിലാണ് തോന്നലുണ്ടായത് ആ പദം ഉപയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അവർ അതിനെ നഗർ എന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പിന്നോക്ക വിഭാഗ ജനവിഭാഗങ്ങൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് ചെങ്കൽച്ചൂള. ഈ അടുത്ത കാലം വരെയും സർക്കാർ തലത്തിൽ അത് ചെങ്കൽച്ചൂള കോളനി എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയ സ്വയം സേവക സംഘം 30 വർഷങ്ങൾക്ക് മുമ്പേ ആ കോളനിക്ക് ഒരു പേരിട്ടു, രാജാജി നഗർ. ഇന്ന് ആ പ്രദേശത്തെ സർക്കാരിൽ രാജാജി നഗർ എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും സേവാഭാരതിയുടെയും പ്രവർത്തനങ്ങളിലൂടെയും അവിടെ ഒത്തിരി വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. ഇന്ന് സർക്കാരും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം സംഘം സേവാഭാരതിയിലൂടെയും സംഘത്തിന്റെ സംഘടനാ സംവിധാനത്തിലൂടെയും സേവനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുന്നു എന്ന അർത്ഥത്തിലല്ല. സംഘം പ്രതീക്ഷിക്കുന്നത് ഭാരതീയമായ സാംസ്കാരിക ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ജീവിക്കണം എന്നുള്ളതാണ്. മനുഷ്യ ജീവിതം ഭാരതീയ സാംസ്കാരിക ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ
ആശയം മനുഷ്യനെ എങ്ങനെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്? ആ സങ്കല്പം എന്ന് പറയുന്നത് വേദങ്ങളിൽ പറയുന്നുണ്ട്. ലോകത്ത് ആദ്യമായി ഉണ്ടായ എല്ലാത്തിനെ കുറിച്ചും സംക്ഷിപ്തമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വേദം. അതിനെ 4 പകുത്തുന്നു എന്നൊക്കെ നമുക്കറിയാം. ആ വേദത്തിൽ 4 വേദങ്ങളിലും ആ 4 വേദങ്ങളിലും അതിന്റെ ഒരു സംക്ഷിപ്ത രൂപമായി നമ്മോട് പ്രതിപാദിച്ചിരിക്കുന്ന 4 മഹത് വാക്യങ്ങളുണ്ട്. അതിനെ വിശദമായിട്ട് പറയാതെ ഒറ്റ വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട് 4 മഹത് വാക്യങ്ങളുണ്ട്. അതിലൊന്ന് പ്രജ്ഞാനാം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. 3ാമത് വയമാത്മാ ബ്രഹ്മ. 4ാമത് തത്വമസി. ഈ 4 വാക്യങ്ങളിലൂടെ നമ്മുടെ മുഴുവൻ ആശയത്തെയും നമ്മുടെ ജീവിതകാരെയും നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്നൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുക. വയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം ബ്രഹ്മമാകുന്നു എന്നാണ്. ബ്രഹ്മത്തിന്റെ പദാർത്ഥം എന്താണ്? പദത്തിന്റെ അർത്ഥം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്. അപ്പൊ ഞാൻ സ്വയം അറിവാകുന്നു എന്നാണ് ഒരു വാക്യം. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറയുമ്പോൾ അതും ഞാനാണ് അറിവ് എന്നാണ്. പ്രജ്ഞാനാം ബ്രഹ്മ, തിരിച്ചറിവ് എന്ന് പറയുന്നത് അറിവാണ്. അറിവ് നേടുന്നവനെ തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അതാണ് പ്രജ്ഞാനാം ബ്രഹ്മ. തത്വമസി, ഇത് തേടിപ്പോകുന്നവനോട് പറയുകയാണ് അത് നീയാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയുന്നത് അറിവാണ്. ആ അറിവ് എവിടെയാണുള്ളത്? അത് നിന്റെ ഉള്ളിലാണ്. ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിലാണ് ഈശ്വരൻ ഉണ്ട് എന്ന് പറയും. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് മാനവ സേവ മാധവ സേവ എന്ന് പറയും. അതായത് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ് ഈശ്വരൻ. ഇവിടെ മാതാ അമൃതാനന്ദമയിയുടെ ശിഷ്യനും ആ പ്രവർത്തനങ്ങൾക്ക് ഈ പ്രദേശത്ത് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ബഹുമാനായിട്ടുള്ള വിഷ്ണുവിക്രം സാറാണ് ഇതിവിടെ സമുദ്ഘാടനം ചെയ്തത്. ഈ കാര്യക്രമം അമ്മ പറയുന്നുണ്ട്. അമ്മ ഒരിക്കലും എന്നെ പൂജിക്കണമെന്ന് അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ അമ്മയുടെ ഓരോ വാക്യങ്ങളും എടുത്തു നോക്കിയാൽ മാതാ അമൃതാനന്ദമയ്യെ പൂജിക്കുന്നത് നമ്മളാണ്. പക്ഷെ അമ്മയുടെ ഈ കാലഘട്ടത്തിലുള്ള ജീവകാലഘട്ടങ്ങളിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ പൂജിക്കണം. അതായത് വ്യക്തി ആരാധന അതല്ല, അങ്ങനെ അമ്മ പറഞ്ഞിട്ടില്ല. അമ്മ ദേവിയെയാണ് പൂജിക്കുന്നത്, അമ്മ കൃഷ്ണനെയാണ് പൂജിക്കുന്നത്, അമ്മ ഇങ്ങനെയുള്ള തത്വങ്ങളെയാണ് പൂജിക്കുന്നത്. അങ്ങനെ പൂജിക്കാനാണ് നമുക്ക് പറഞ്ഞു തന്നത്. ആ അറിവ് നമുക്ക് പകർന്നു തന്നത് കൊണ്ടാണ് അമ്മ മഹാഗുരുവായി നമ്മുടെ മുന്നിൽ വിളയാടുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കുവാൻ അമ്മ വഴികാട്ടി തന്നത് കൊണ്ടാണ്. പരമമായ അറിവ്, ആ അറിവിനെ സാക്ഷാത്കരിക്കാനുള്ള വഴി കാട്ടിത്തന്നത് കൊണ്ടാണ് മാതാ അമൃതാനന്ദമായി നമ്മുടെ മഹാഗുരുവായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ വിളങ്ങി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ, അതിനെ തിരിച്ചറിയുക എന്നുള്ള ഒരു മാർഗം. അങ്ങനെ ചെയ്യുമ്പോൾ സ്വയം ഈശ്വരനായി മാറുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അതിനെ തിരിച്ചറിയാനുള്ള വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകണം. വഴി മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പദത്തിൽ എത്താൻ പറ്റില്ല. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഇത് തിരിച്ചറിയാൻ പറ്റുന്ന മാർഗങ്ങളിൽ ഒന്നാണ്. പല മാർഗങ്ങളുണ്ട് ഈശ്വരനെ തിരിച്ചറിയാൻ. ആ ഈശ്വരനെ അറിയാനുള്ള ഒരു മാർഗത്തിൽ ഒന്നാണ് സേവനം എന്ന് പറയുന്നത്. ആ സേവനം എങ്ങനെ? നിസ്വാർത്ഥമായി ചെയ്യണമെന്നോ? എങ്ങനെ ചെയ്യണം? ഞാനൊരു സേവനം ചെയ്യുമ്പോൾ ഞാൻ ആർക്കാണോ ഞാനൊരു ഈശ്വര പൂജ ചെയ്യുന്നത് പോലെ ആ മനോഭാവത്തിൽ ഈശ്വരിയെ സേവനം ചെയ്യണമെന്നാണ്. എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നത് ഞാൻ മുകളിലും വാങ്ങുന്നയാൾ താഴെയും എന്ന മനോഭാവത്തിലുപരി ഞാനൊരു ഈശ്വരന് പാദപൂജ ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ, ഈശ്വരീയ പൂജ ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ, ഞാനൊരു അർച്ചന ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ ഞാൻ മനുഷ്യനെ സേവിക്കണം. ഇതാണ് മനുഷ്യന്റെ ധർമ്മം. ഈ ധർമ്മമാണ് സ്വാമി വിവേകാനന്ദ നമ്മെ ഓർമ്മിപ്പിച്ചത്. മാനവ സേവ മാധവ സേവ. ഇന്ന് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെമ്പാടും 1 ലക്ഷത്തിൽ പരം സേവാ പ്രോജക്റ്റുകൾ നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിരവധി സേവാ പ്രോജക്റ്റുകൾ സേവാഭാരതിയുടെ പേരിൽ നടക്കും. കഴിഞ്ഞ 30 വർഷമായി ഒരു ദിവസം പോലും
മുടങ്ങാതെ അവിടെ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നമ്മൾ ഉച്ചഭക്ഷണം നൽകുകയാണ്. 35-ൽ പരം പാവപ്പെട്ട പെൺകുട്ടികളെ നമ്മൾ സംരക്ഷിക്കുന്നു, അവരെ വളർത്തുന്നു, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നു, അവരെ വിവാഹം കഴിപ്പിച്ചയക്കുന്നു. 28-ൽ പരം ആൺകുട്ടികളെ നമ്മൾ വളർത്തുന്നു, പഠിപ്പിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൊത്തോട് അതുപോലെ 35 പെൺകുട്ടികൾ. അതുപോലെ തന്നെ രക്തദാനങ്ങൾ കൊടുക്കുന്നു, ആംബുലൻസ് സർവീസ് നൽകുന്നു. ഇങ്ങനെയുള്ള നിരവധി സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പക്ഷെ എന്തെങ്കിലും സേവാ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതല്ല ഈ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഒന്നും. സേവാഭാരതിക്ക് ഒരു സേവനം ചെയ്യണം, അല്ലെങ്കിൽ RSSന്റെ സ്വയം സേവകർക്ക് ഒരാളെ സഹായിക്കണം, അതിനുവേണ്ടി തുടങ്ങിയ പരിപാടികളല്ല. എങ്ങനെയാണ്? 30 വർഷത്തിന് മുമ്പേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തിരുവോണ ദിവസം കൊല്ലത്തു നിന്ന് നമ്മുടെ ഒരു സ്വയം സേവകൻ അപകടം പറ്റി ആശുപത്രിയിൽ വരുന്ന സമയത്ത്, ആ അപകടം പറ്റി വരുന്ന സമയത്ത് അദ്ദേഹത്തെ നോക്കാൻ വേണ്ടി സംഘടനാ നിർദ്ദേശത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള കുറച്ച് സ്വയം സേവകർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. തിരുവോണത്തിൽ ഒരു 12 മണി 1 മണി സമയത്ത് അവിടെ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 100 കണക്കിന് രോഗികൾക്കും ആൾക്കാർക്കും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലുമുള്ള സാഹചര്യമില്ല എന്ന് അവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. തിരുവോണമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ ദിവസവും ഭക്ഷണം കിട്ടും, കടകൾ തുറക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഉത്രാടത്തിന്റെ അന്ന് രാത്രി എല്ലാ സ്ഥാപനങ്ങളും അടച്ചു പൂട്ടി പോയിട്ട് 3-ാം ഓണത്തിന്റെ രാവിലെ അവിടെ വരുള്ളൂ. അപ്പൊ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഭക്ഷണം കഴിക്കാനോ നിവൃത്തിയില്ലാതെ അവിടെയുള്ള രോഗികൾ ബുദ്ധിമുട്ടുന്നു എന്ന് നമ്മുടെ സ്വയം സേവകർ ആ ഒരു ദിവസം അവിടെ പോയപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ അവരെ നമ്മുടെ സ്വയം സേവക വീടുകളിലൊക്കെ പറഞ്ഞ് ഒരു 3-4 മണിയോടുകൂടി ഭക്ഷണമൊക്കെ എത്തിച്ചു. അങ്ങനെ എത്തിച്ചതിന് ശേഷം അവർ തീരുമാനിച്ചു, ഇനി ഒരു തിരുവോണത്തിന് ഇവിടെ വരുന്ന രോഗികൾക്ക് പട്ടിണി കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ അന്ന് ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണ് എല്ലാ തിരുവോണത്തിനും തിരുവോണ സദ്യ. ആ തിരുവോണ സദ്യ ആരംഭിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ സേവനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ട്. എല്ലാ ദിവസവും ഉണ്ടെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കഴിഞ്ഞ 28 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച പ്രവർത്തനമാണ് എല്ലാ ദിവസവുമുള്ള ഉച്ചയ്ക്കുള്ള കഞ്ഞി, അന്നദാനം. കഞ്ഞിയും പയറും മുളകും ഉള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പ്രത്യേക നല്ല ടേസ്റ്റുള്ള ഭക്ഷണം, ചൂട് കഞ്ഞി നമ്മൾ അവിടെ വിതരണം ചെയ്തു തുടങ്ങി. ഇങ്ങനെയാണ് ആ പ്രവർത്തനം ചെയ്തത്. ബാലസദനവും ബാലികാസദനവും തുടങ്ങാനുള്ള പ്രേരണ എന്തായിരുന്നു? നമുക്കൊരു ബാലസദനം തുടങ്ങിക്കിടാൻ. അങ്ങനെ തുടങ്ങിയതല്ല. നമ്മൾ ബാലസദനം തുടങ്ങിയത് ഒരു ദിവസം ഭർത്താവ് മരണപ്പെട്ട അമ്മ കൈക്കുഞ്ഞുമായി ഫോർട്ട് സ്കൂളിൽ വെച്ച് മരണപ്പെടുന്നു. കൈക്കുഞ്ഞുമായിട്ട് വന്ന് ചികിത്സയ്ക്ക് വന്ന് അവിടെ വന്ന് മരണപ്പെടുന്നു. അച്ഛൻ മരിച്ചുപോയി, അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു. 1.5 വയസ്സുള്ള ഒരു ആൺകുട്ടി, ആ ആൺകുട്ടി അവിടെ ഒറ്റയ്ക്കായിപ്പോയി, അന്വേഷിക്കാൻ ആളില്ല, മരിച്ചുപോയി. ആ ബോഡി കൊണ്ടുപോകാൻ ആളില്ല. നമ്മുടെ സ്വയം സേവകർ അവിടെ എത്തുമ്പോൾ ഇത് കാണുന്നതാണ്, യാദൃച്ഛികമായിട്ട് കാണുന്നതാണ്. ആ സ്വയം സേവകന് സേവാഭാരതിയുടെ ജില്ലാ ചുമതലയിലുണ്ട്. പേര് നമ്മൾ അങ്ങനെ പറയാത്തത് കൊണ്ട് പറയുന്നില്ല. അദ്ദേഹം ആ കുട്ടിയെ എടുത്തിട്ട് എവിടെ കൊണ്ടുപോകണം അറിയില്ല, നേരെ സംഘത്തിന്റെ വിഭാഗ കാര്യാലയത്തിൽ കൊണ്ടുപോകും. അപ്പൊ ഈ കുട്ടിയെ ആര് നോക്കും? തീരുമാനമില്ല. ഒരു ദിവസം കാര്യാലയത്തിൽ നിന്നോട്ടെ, 2 ദിവസം നിന്നു, 3 ദിവസം നിന്നു. അപ്പോ സംഘത്തിന്റെ കാര്യാലയത്തിൽ ഇങ്ങനെ കുട്ടികളെ നിർത്തുന്ന ഒരു വ്യവസ്ഥയില്ല. എന്ത് ചെയ്യാം? അപ്പോൾ തീരുമാനിച്ചു, ശരി, എന്റെ വീട്ടിൽ കൊണ്ട് നിർത്താം. കുറച്ചു ദിവസം വീട്ടിൽ നിർത്തി, 1 മാസത്തിൽ കൂടുതൽ വീട്ടിൽ നിർത്തിയപ്പോ അവിടെ നിർത്താൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ആ ഒരു കുട്ടിയെ അവിടെ നമ്മൾ സംരക്ഷിച്ചു തുടങ്ങി. ഒരമ്മ അതിന് ചുമതലപ്പെടുത്തി. ആ പ്രവർത്തനമാണ് പിന്നീട് 2 കുട്ടികളായി, 3 കുട്ടികളായി, പെൺകുട്ടികളായി, 10-30 ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു സ്ഥാപനത്തിൽ താമസിച്ചു. ആ കുട്ടികൾ വളർന്നു വന്നു. അപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും താമസിക്കാൻ പറ്റാതെ, ഒരുമിച്ച് താമസിപ്പിക്കാൻ പറ്റാതെ, അപ്പോ നമ്മൾ വേറെ അനന്തപുരം ബാങ്കിന്റെ മേളത്തെ നിലയിലേക്ക് ആൺകുട്ടികളെ മാറ്റി. സ്വാഭാവികമായ ഒരു നമ്മൾ ഇങ്ങനെ സേവനം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇപ്പോ ഒരു 10 വർഷത്തിന് മുന്നേ അനന്തകൃപ എന്ന് പറയുന്ന ക്യാൻസർ രോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു. അതിന്റെ ധനശേഖരണാർത്ഥം ഞാനിങ്ങനെ പ്രമുഖരായ പല ആൾക്കാരെയും കാണുന്നു. 12 വർഷത്തിന് മുമ്പേ കാണാൻ പോകുന്ന സമയത്ത് കൊടപ്പനക്കുന്ന് പ്രദേശത്ത് കേരള കർഷക സംഘം CPMന്റെ ഒരു സംസ്ഥാനതല നേതാവിന്റെ വീട്ടിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു.
സന്ദർശിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ സേവന പ്രവർത്തനങ്ങളെ മാതൃകയാക്കുക, ഞങ്ങളത് കണ്ടുപഠിക്കുകയാണ്. ഞങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ താമസിയാതെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം പണിയാൻ പോകുന്നു. നയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ഞങ്ങളും ഒരു സ്ഥാപനം പണിയാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മാതൃകയാക്കിയത് നിങ്ങളെയാണ്. അന്ന് നമുക്ക് സ്വന്തമായി കെട്ടിടമില്ല. നമ്മളൊരു വാടക കെട്ടിടത്തിൽ ക്യാൻസർ ദൂരെ നിന്ന് വരുന്ന ക്യാൻസർ രോഗികളെ സൗജന്യമായി താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മാതൃക കണ്ടിട്ട്, നമ്മളൊരു ചെറിയ കെട്ടിടത്തിലാണ്, ഇതുപോലെയുള്ള ഒരു ചെറിയ കെട്ടിടത്തിൽ താമസിച്ച് അത് മാതൃക കണ്ടിട്ട് അവർ നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. നമ്മൾ അനന്തകൃപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കി. നിങ്ങളുടെ അന്നദാനം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ മാതൃകാപരമായാണ് ചെയ്യുന്നത് എന്ന് നമ്മളോട് പറഞ്ഞു. നമ്മൾ ഇന്ന് വരെ അന്നദാനം ചെയ്യുകയാണ്, നിങ്ങൾ ഞങ്ങളോട് നന്ദി കാണിച്ചില്ലല്ലോ, കണ്ടിട്ട് ചിരിച്ചിട്ടില്ല എന്നൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ ആരുടെയും ചോദിച്ചിട്ടില്ല. നമ്മൾ ആർക്കെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖവും നമുക്കറിയില്ല. അവരെല്ലാം നമുക്ക് ഈശ്വരി തുല്യമാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ മാനവ സേവ മാധവ സേവ. ആ അർത്ഥത്തിലാണ് ഇന്ന് 7-8 വർഷത്തിന് മുമ്പേ രാഷ്ട്രീയ തീരുമാനം, ഒരു രാഷ്ട്രീയ സംഘടനയുടെ യുവജന സംഘടനയ്ക്ക് സമരങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരെ ചില ആക്ടിവിറ്റീസ് ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് 32 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച അന്നദാന പദ്ധതി സേവാഭാരതിയുടെ പ്രവർത്തനപരമായി എല്ലാ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും സേവാഭാരതി അന്നദാനം കൊടുത്തപ്പോൾ അത് സേവാഭാരതിക്ക് നല്ല പേര് സമൂഹത്തിനിടയിൽ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ അതാണ് ഞങ്ങൾക്കും പേര് കിട്ടാനുള്ള മാർഗമെന്ന് കണ്ടുകൊണ്ട് സേവാഭാരതിയെ മാതൃകയാക്കിയതാണ് ഇന്ന് ചില സംഘടനകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ കോളേജിലും പൊതിച്ചോറ് വിതരണം നടത്തുന്നത്. അധികം നാളായിട്ടില്ല നമ്മൾ പൊതിച്ചോറ് കൊടുത്തതല്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലല്ലോ എന്ന് പരാതി പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കണ്ടു. അപ്പോൾ സേവനം ചെയ്യുന്നത് വോട്ടിന് വേണ്ടിയിട്ടല്ല, നാളെ നമ്മളോട് നിൽക്കുമെന്ന് കരുതിയിട്ടല്ല. നമ്മുടെ ആശയം എന്താണ്? അന്ത്യോദയമാണ്. അവസാനത്തെ വരിയിൽ നിൽക്കുകയും അവസാനത്തെ വ്യക്തിയെയും കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം എന്താണ്? എന്റെ ഉള്ളിലിരിക്കുന്ന അതേ ചൈതന്യമാണ്, എന്റെ ഉള്ളിലിരിക്കുന്ന അതേ ഈശ്വരീയ ചൈതന്യമാണ് ആ പതിതനായി പോയ മഹത് വ്യക്തിയുടെ ഉള്ളിലും ഇരിക്കുന്നത്. എന്റെ അതേ ഈശ്വരീയ തത്വമാണ്. അവനും ഈശ്വരനാണ്. ആ ഈശ്വരനെ ഉയർത്തിയെടുക്കേണ്ടത് എന്റെ കടമയാണ്. അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഈശ്വരൻ ആരോഗ്യം തന്നത്, ധനം തന്നത്, വിദ്യാഭ്യാസം തന്നത്, അറിവ് തന്നത്. ഈ പാവപ്പെട്ടവനെ എന്നോടൊപ്പം എത്തിച്ചേരാൻ കഴിയാതെ പോയ ആ പതിതനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അതായിരുന്നു ധർമ്മം. ആ ധർമ്മം നിർവഹിക്കുമ്പോൾ നമുക്ക് പേരും പെരുമയ്ക്കും വേണ്ടിയിട്ടല്ല, പൂർണ്ണമായും ആ പതിതനായി പോയ ആളിന്, അവസാനത്തെ വരിയിൽ നിൽക്കുന്ന ആള് അഭിമാനത്തോടു കൂടി ഇവിടെ ഉയർന്നു നിൽക്കണം. ഈ സമാജത്തെ തല ഉയർത്തി ജീവിക്കണം. അത് മാത്രമാണ് നമ്മളെ ലക്ഷ്യം. ഇത് ഞാൻ ചെയ്തു കൊടുത്തതാണ് എന്ന ധാരണ അവന് ഒരിക്കലും ഉണ്ടാകാതെ അവനെ ആത്മാഭിമാനത്തോടു കൂടി ഉയർന്നു വരാൻ സാധിക്കണം. അതിനുള്ള കാര്യപദ്ധതികളാണ് സേവാഭാരതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ SSA വഴി പരിശീലനം ലഭിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഔദ്യോഗികമായി സർട്ടിഫിക്കറ്റ് ലഭിക്കും. നമ്മൾ സാധാരണ തയ്യൽ ക്ലാസ്സുകളിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തയ്യൽ പഠിക്കാൻ പറ്റും, പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഇത് സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമുക്ക് കൂടുതൽ ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റും. നമുക്ക് കിട്ടിയ അറിവ് വേറെ കൂടുതൽ ആൾക്കാർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ലൈസൻസ്, സർട്ടിഫിക്കറ്റ് മതി. കൂടാതെ നമുക്കിന്ന് മുദ്ര ലോൺ പോലെയുള്ള നിരവധി സഹായ പദ്ധതികൾ സർക്കാരിന്റെ ഉണ്ട്. നമുക്കൊരു തയ്യൽ കേന്ദ്രം ആരംഭിക്കുന്നതിന്, ഒരു മെഷീൻ വാങ്ങിക്കുന്നതിന് ഒക്കെ ലോണുകൾ ലഭിക്കും. സർക്കാരിന്റെ സഹായങ്ങളുണ്ട്. ആ സർക്കാർ സഹായം ലഭ്യമാകുന്നതിന് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമാണ്. സേവാഭാരതിയുടെ പഠിക്കുന്ന കുട്ടികളെ നേരത്തെ സാറ് പറഞ്ഞു, പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല എന്ന്. പക്ഷെ അത് കാലഘട്ടം, സാഹചര്യങ്ങൾ മാറി വരികയാണ്. എല്ലാവർക്കും തുല്യനീതി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം ക്രമേണ മാറുകയാണ്. സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് കടന്നു വരുന്ന, ഇന്നലകളിൽ നിന്നിരുന്ന ആൾക്കാരൊക്കെ ഉന്നത ശ്രേണികളിൽ കടന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അവർക്ക് അപകർഷതാബോധം, അതായത് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന, അത് സാമ്പത്തികമാകാം, സാമൂഹികമാകാം, ഈ മറ്റു പല കാരണങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് പിന്നോക്കമായി പോയ ആൾക്കാർക്ക് അഭിമാനത്തോടുകൂടി ഈ നാട്ടിൽ തല ഉയർത്തി നിന്ന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനിവിടെ
സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന പ്രവർത്തകർ, അവർക്കെല്ലാം വളരെയധികം കൃതജ്ഞതയോടുകൂടി അവരെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമുക്കറിയാം, അവരാരും സാമ്പത്തികമായി ഉയർന്നവരല്ല. സാമ്പത്തികമായി അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി ജീവിക്കുന്ന പ്രവർത്തകർ തന്നെയാണ് സേവാഭാരതിയുടെ പ്രവർത്തകർ. പക്ഷെ ആ പ്രവർത്തകരുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ഈ നാട്ടിലെ 10 കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, കുറച്ച് അമ്മമാർക്ക് തയ്യൽ പരിശീലനം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, ഈ ശാഖയിൽ വരുന്ന സ്വയം സേവകരുടെ പ്രവർത്തനം കൊണ്ട് കുറച്ച് അമ്മമാർക്ക് അവരുടെ സ്വന്തം പേരെഴുതി ഒപ്പിടാൻ അവർക്ക് അതിൽ അഭിമാനം തോന്നുന്നുവെങ്കിൽ, അത് ഒരു വലിയ ഈശ്വര അർപ്പണമാണ്, ഈശ്വരീയ അർച്ചനയാണ്. ആ അർച്ചന പൂർത്തീകരിക്കുമ്പോൾ നമ്മളും നമ്മുടെ നാടും സേവനം ചെയ്യുന്നവനും സേവനം സ്വീകരിക്കുന്നവനും ഒരേപോലെ ഉത്കർഷത്തിലേക്ക്, ഉയർച്ചയിലേക്ക് ഉയർന്നു വരികയാണ്. അതുകൊണ്ട് ഈശ്വരൻ നമുക്ക് സമ്പത്ത് തന്നത്, നമുക്ക് അറിവ്, വിദ്യ തന്നത്, നമുക്ക് സൗന്ദര്യം തന്നത്, നമുക്ക് ആരോഗ്യം തന്നത്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനല്ല, ഇതൊന്നും ലഭിക്കാത്തവന് നൽകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ പുരാണത്തിലും പൂർവികരും പറയും, വലം കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അത് ഇടം കൈ അറിയരുത് എന്നുള്ള പഴഞ്ചൊല്ലുകൾ നമ്മുടെ മുന്നിലുണ്ട്. 2 കരം കൊണ്ട് സ്വീകരിക്കുന്നത് 10 കരം കൊണ്ട് വിതരണം ചെയ്യണം. ഇന്നൊക്കെയുള്ള തത്വങ്ങൾ, ആശയങ്ങൾ നമ്മുടെ പൂർവികർ നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം നമ്മുടെ സംസ്കാരവും ജീവിത രീതിയും അതായതുകൊണ്ടാണ്. നമ്മുടെ ശൈലി അതായതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ഒരു തവണയും കൂടെ പറയുന്നു, നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരം, ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യനെ ഈശ്വരനായി കണ്ട് ആരാധിക്കാനാണ്. നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് ഈ നാടാണ്. നമ്മൾ ജനിച്ച മണ്ണാണ് നമ്മുടെ സ്വർഗം. വേറൊരു ലോകം നമുക്ക് സ്വർഗമല്ല. നമ്മളാണ് നമ്മുടെ ജനിച്ച മണ്ണിനെ സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും. നമ്മുടെ പ്രവൃത്തിയാണ് ഈ നാട് സ്വർഗമായി തീരണമോ നരകമായി തീരണമോ എന്ന് തീരുമാനിക്കുന്നു. നമ്മുടെ നിർഭാഗ്യവശാൽ വൈദേശികമായ ആശയങ്ങളുടെ സാന്നിധ്യം, പ്രചരണവും അത് കാരണം നമുക്ക് ചില ധാരണകളുണ്ട്. ഈശ്വരൻ വേറൊന്നാണ്, നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചാലാണ് ഈശ്വരൻ നമുക്കെല്ലാം തരുന്നത്. അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ വഴിയെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയുമ്പോഴാണ്, നമ്മുടെ ഈശ്വരന്റെ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ ജനങ്ങളെ ഈശ്വരനായി കണ്ട് സേവിക്കുമ്പോഴാണ്, സേവനം ചെയ്യുമ്പോഴാണ്, അവരുടെ സന്തോഷമാണ് നമ്മുടെ അനുഗ്രഹമായി, നമ്മുടെ ഐശ്വര്യമായി നമുക്ക് മാറുന്നത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട്, ഈ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ സാധിക്കണം. ഈ ആശയം ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കാൻ സാധിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നിസ്വാർത്ഥ സേവകരായി മാറുമ്പോഴാണ് സേവാഭാരതിയുടെ പ്രവർത്തനം സാർത്ഥകമാകുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ആദരവും സ്നേഹങ്ങൾ. പ്രോജക്ട് അവതരണം ചെയ്ത ശ്രീമതി സേവാ സന്ദേശം നൽകിയ ജില്ലയുടെ സേവാഭാരതി ജനറൽ സെക്രട്ടറി ശ്രീ സജിത് അവർകൾ, എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ കീർത്തിദാസ്, പ്രചോദനൻ അടക്കം വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള സഹോദരങ്ങളെ, ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. അധികമായിട്ടൊന്നും സംസാരിക്കാൻ കേൾക്കുന്നില്ല. എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ മുഖ്യ പ്രഭാഷകൻ സൂചിപ്പിച്ച സേവ ചെയ്യുവാനുള്ള ഈ സംഘടന രൂപം കൊണ്ടതെന്നും, എന്നാൽ യാദർച്ഛികമായിട്ട് സേവനങ്ങൾ ചെയ്തു പോകുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ എന്നെ പോലെയുള്ള ഒത്തിരി ആൾക്കാർ ഈ സംഘടനയെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സേവ ചെയ്യുവാനുള്ള മനസ്സ് ഉള്ള കുറെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ഇവിടുത്തെ ഈ അഴൂർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പറയാതെ പോകുന്നത് ഒട്ടും ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സേവാഭാരതി എന്ന സംഘടന ഇന്ത്യയിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു സംഘടനയാണെന്ന് അറിയാം. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിവില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ടാണ് സേവാഭാരതിയുടെ അഴൂർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതും, സത്യം പറഞ്ഞാല് സേവ ചെയ്യുവാനുള്ള മനസ്സ് അത് തന്നെയാണ് ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വലിയ സമ്പന്നരൊന്നും അല്ലാത്ത ആൾക്കാരായിട്ട് പോലും സേവ ചെയ്യുക എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അതുകൊണ്ട് തന്നെയാണ് ഞാനടക്കമുള്ള ഒത്തിരി പേര് ഇതിലോട്ട് ആകർഷനായതും. ശ്രീ
വിഷ്ണു ചേട്ടനെ ഇതിലോട്ട് ക്ഷണിക്കുവാനായിട്ട് ഇവരെന്നെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇപ്പോൾ വഴിമധ്യേ പറയുകയായിരുന്നു, നമ്മൾ കൊടുക്കുന്ന 1 രൂപയാണെങ്കിൽ പോലും അത് സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരപ്പെടും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉള്ള ഒരു സംഘടനയാണ്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന 1 രൂപ അത് മറ്റൊരു കൈകളിലേക്ക് പോകാതെ അത് എത്തപ്പെടേണ്ട കൈകളിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഒരു സംഘടനയാണ് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഞാനും ഒപ്പം ഉണ്ടാകുന്നത്. ഇപ്പൊ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ ഈ തയ്യൽ മെഷീൻ വിതരണം ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് മുമ്പ് മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു തയ്യൽ മെഷീനൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തയ്യൽ പരിശീലനം നടത്തുന്നു. ഒത്തിരി ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്. അതുപോലെ കുട്ടികളെ ഈ പ്രദേശത്ത് എനിക്ക് തോന്നുന്നു ഈ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ കുഴിയപ്പുറത്തെ പ്രദേശങ്ങളിൽ ആൾക്കാരെ ചെന്ന് അവരിലേക്ക് ചെന്ന് എത്തിപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസം കൊടുക്കുവാനൊക്കെ ഉള്ള ഒരു മനസ്സ് കാണിക്കുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഇവിടെ പ്രാവർത്തികമാക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ അഴൂർ യൂണിറ്റിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും എപ്പോഴും എന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ശ്രീ വിഷ്ണുവർദ്ധൻ അവരുടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു ചായയും ഒരു കടിയും. അപ്പോ കടി നമ്മുടെ പ്രചോദനൻ തമാശ രൂപേണ പറഞ്ഞു, കടി നമുക്ക് ബർഗർ 3 സൈസ് ബർഗർ ആക്കിയാലാണ് നല്ലതായി. അപ്പൊ ഞാൻ തമാശയായിട്ട് സൂചിപ്പിച്ചതാണ്. അപ്പോ അത് ചെയ്യാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചതിന് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഉദ്ഘാടനം അദ്ദേഹത്തിനെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ 10-15 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തെ അറിയുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഘടനയിൽ ഒരു ഉദ്ഘാടകനായിട്ട് വരുന്നതിന് ഏറെ അനുയോജ്യനായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഒത്തിരി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാം. മറ്റുള്ളവരുടെ അറിവോടെയും അറിവില്ലാതെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനും ഇന്നിവിടെ കൂടി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പൊതുയോഗ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ന്യൂ രാജസ്ഥാൻ മാർബിൾസിന്റെ നമ്മുടെ സേവാഭാരതിയുടെ ജില്ലാ ഭാരവാഹി എൻ്റെ പ്രിയ സുഹൃത്ത് ബിജു, മറ്റ് ബേസിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സരെ, എനിക്ക് കൂടുതലൊന്നും പറഞ്ഞു നീട്ടുന്നില്ല. കാര്യം കുറേ സമയമായി നമ്മളെല്ലാവരും പറയുന്നത് എല്ലാവരും കേട്ട് ബോറടിച്ചിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സേവാഭാരതിയുടെ യൂണിറ്റിന്റെ ഭാരവാഹികൾ തന്നെ എല്ലാം 10-11 പേര് വരും. പക്ഷെ 3-4 പേര് മാത്രമാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതില് എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഈ അഴൂർ യൂണിറ്റില് സുരേഷ് അണ്ണനെയും സെക്രട്ടറിനെയാണ്. സെക്രട്ടറി സുരേഷ് അണ്ണൻ വന്നാൽ നമ്മളിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടാനായിട്ടല്ല വരുന്നത്. പക്ഷെ നമ്മളടുത്ത് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞങ്ങോട്ട് പറയുകയാണ് ഞങ്ങൾ ചെയ്യാമെന്ന്. എന്തായിരുന്നാലും അവരുടെ ഈ പ്രവർത്തനത്തെ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ നമ്മുടെ വിഷ്ണുഭക്തൻ നമുക്ക് വന്നത് ഇവിടെ ഒരു നല്ല കാര്യമാണ്. ഇനി അത് നിങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. എന്തെന്നാൽ ഇപ്പോൾ വിഷ്ണുഭക്തൻ ഇവിടെ പറയുകയുണ്ടായി, പാവപ്പെട്ട കുട്ടികൾക്ക് ഒരിക്കലും വലിയ നിലയിൽ എത്താൻ കഴിയില്ലെന്ന്. അത് സത്യമാണ്. പക്ഷേ ഇവിടെ നിന്ന് പഠിച്ച് എൻട്രൻസ് പാസ്സാവുന്ന വ്യക്തിക്ക് മെഡിക്കലിന് എന്ത് സഹായം ചെയ്യാൻ ഞങ്ങൾ ചെറിയ യൂണിയന്റെ ഭാരവാഹികൾ വിഷ്ണുഭക്തൻ സാർ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാ സഹായം ചെയ്യുമെന്ന് ഞങ്ങൾ വാഗ്ദാനം തരുന്നു. ഇത്രയും കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ നാപ്പജനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം സംഘജില്ലാ കാര്യകാരി സദസ്യനാണ്. നമസ്തേ. അഴൂർ പഞ്ചായത്ത് അധ്യക്ഷൻ, സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി, ഈ പരിപാടിയുടെ അധ്യക്ഷൻ, JSSന്റെ അധികാരി, ഇവർക്കെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അഴൂർ പഞ്ചായത്തിലെ സേവാഭാരതിയുടെ പ്രവർത്തനം നമ്മുടെ കൊറോണ സമയത്ത് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അഴൂർ പഞ്ചായത്തിലെ ഒരു വീട്ടിൽ പോലും സേവാഭാരതിയുടെ പ്രവർത്തകർ എത്താതെ ഇരുന്നിട്ടില്ല. ആ ഒരു പ്രവർത്തനം തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ ഇന്നിപ്പോൾ ഇവിടെ തയ്യൽ പരിശീലനം കാഴ്ചവെക്കാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്.
ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എല്ലാവരും വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാനായിട്ട് സാധിച്ചതിലും ഇതിലുപരി ഈ പഞ്ചായത്തിലെ സേവാ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടെന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സേവാഭാരതി അഴൂർ യൂണിറ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ജൻശിക്ഷൻ സംസ്ഥാൻ സൗജന്യ നൈപുണ്യ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും എന്റെ ഗംഭീരമായ നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സേവാഭാരതിയുടെ അധ്യക്ഷനായിട്ടുള്ള സുദർശനൻ ചേട്ടനെ സ്നേഹപൂർവ്വം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഇവിടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള SNDPയുടെ ചെറിയങ്കൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിട്ടുള്ള ശ്രീ വിഷ്ണുഭക്തൻ അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇവിടെ പ്രോജക്ട് അവതരണം നടത്തിയിട്ടുള്ള JSSന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി സിന്ധു അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സേവാ സന്ദേശം നൽകിയ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമാൻ സജിത് അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്.